മമ്പുറം തങ്ങൾ ഒരിക്കൽ തൻ്റെ സുഹൃത്തായ അബ്ദുൽ ഖാദർ തങ്ങളെ വിളിച്ചിട്ട് ഒരു ചൂട്ട് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്നോ ആർക്ക് വേണ്ടിയാണെന്നോ തങ്ങൾ പറഞ്ഞതുമില്ല, സുഹൃത്തിനോട് ചോദിച്ചതുമില്ല. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോവാണ്. ഒരു രാത്രി തങ്ങൾ വീണ്ടും ആ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞ്, അന്ന് കൊണ്ടുവന്ന ആ ചൂട്ടില്ലേ, അതുകൊണ്ട് ഒന്നുകൂടെ ഇവിടെ വരെ വരണം. സുഹൃത്ത് ചൂട്ടുമായി വന്നപ്പോഴേക്കും തങ്ങൾ മറ്റൊരാളെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്ന ചൂട്ടുകളിൽ നിന്നൊരു ചൂട്ടെടുത്ത് അതിൽ തിരി കൊളുത്തിട്ട് കൂടെ വന്ന ആളോട് തങ്ങൾ ഉയരുള്ളൊരു തെങ്ങ് കാണിച്ചിട്ട് പറയാണ്, നീ അതിലോട്ട് കയറ്, എന്നിട്ട് ഇത് പടിഞ്ഞാറ് നോക്കി നന്നായിട്ടങ്ങ് വീശ്. അപ്പോഴും എന്തിനാണെന്ന് തങ്ങൾ പറഞ്ഞില്ല. പിന്നെയും ദിനരാത്രങ്ങൾ കഴിഞ്ഞുപോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മമ്പുറത്തേക്കൊരു ധനികൻ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടം ചരക്കുമായി കടന്നു വരുന്നുണ്ട്. ചരക്കെല്ലാം ഞങ്ങളെ മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങി, ശക്തമായ കാറ്റിൽ നടുകടലിൽ വെച്ച് എൻ്റെ കപ്പൽ ആടി ഒലിഞ്ഞപ്പോൾ ഞാനിത് ഇങ്ങോട്ട് നേർച്ചയാക്കിയതായിരുന്നു. പക്ഷേ തെറ്റിയ ഞങ്ങൾക്ക് പെട്ടെന്ന് ദൂരെ കരഭാഗത്തു നിന്നും ഒരു തീപ്പന്തം കാണാനിടയായി. അങ്ങനെ ഞങ്ങൾ കരയിലോട്ട് അടുപ്പിച്ചതാണ്. ഇതൊക്കെ ആ കപ്പലിലെ ചരക്കുകളാണ്. ദയവായി ഇതങ്ങ് സ്വീകരിക്കണം. അന്ന് ഒന്നും മിണ്ടാതെ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് പിന്നീട് നാട്ടുകാർക്കും ആ സുഹൃത്തിനും മനസ്സിലാവുകയാണ്. ഇങ്ങനെയൊരു ചരിത്രം മമ്പുറം തങ്ങളുടെ ബുക്കിൽ കാണാം.